SFI സംസ്ഥാന സമ്മേളന വേദിയിൽ ബഹളം വെച്ച് ഇയാളെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ് പോലീസ് എന്ന വിവരമാണ് വരുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴായിരുന്നു ബഹളം വെച്ചത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ പറ്റി മുഖ്യമന്ത്രി പറയണമെന്നായിരുന്നു ആവശ്യം. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. നിലപാട് മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കേണ്ട പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത്. അന്തസ് വേണോടാ അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ, അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. അത് പോയിട്ട് ചോറ് കൊടുക്കേണ്ട ആളായിരിക്കും, അയാൾ പോയിട്ട് കൊടുത്തോട്ടെ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനടുത്തേക്ക് വന്നാണ് ഇയാൾ ബഹളം വെച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹം കയറി വരുന്നത്. അതായത് ഈ വേദിയിൽ ആളുകൾ എല്ലാം ഇരുന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിൽ തന്നെ ഇയാൾ കയറി വരുന്നു. അതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന ആവശ്യം അയാൾ ഉറക്കെ പറയുകയും ചെയ്യുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ വേദിയിൽ വെച്ച് മറുപടി നൽകുന്നുമുണ്ട്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനെ, ഞാൻ പറഞ്ഞത് ഡിവൈഎഫ്ഐയിലെ പിള്ളേര് അവിടെ മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കണില്ല, ആ സംഭവം ഒന്ന് പ്രസംഗിച്ച് പറയണേന്ന് പറഞ്ഞു. അതിനാണ് എന്നെ പിടിച്ചോണ്ട് പോണത്. എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ? പാവമാണ് സാർ, എനിക്ക് നേരത്തെ അറിയാം. ഉപദ്രവിക്കാനൊന്നുമല്ല, ഇവനെ കൊണ്ട് എനിക്ക് വേറെ ചില ജോലികളുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. നിങ്ങൾക്ക് തീർച്ചയായും പോകാം. ഇന്നത്തേക്ക് എനിക്ക് ഇവൻ മതി.